what is misstatement in prospectus and their consequences. നേരത്തെ പറഞ്ഞതാണ് different types of prospectus ഉണ്ട്, and we have already learned that the contents of the prospectus should be true. What all statements are being written by the directors or the promoters, it must be true. But any untrue statement, then the directors or the promoters or whoever is signing the prospectus would be liable for penalty. So what are the liabilities? How the liabilities fall on these persons for the misstatements? അതാണ് രണ്ട് രീതിയിലുണ്ട്. It can be a civil liability or it can be a criminal liability. Okay, civil liability എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിൽ അത് റെമഡീസ് വരും. നമുക്കിപ്പം സിവിൽ ലയബിലിറ്റി എന്ന് വെച്ചാൽ റെസിഷൻ പറയാം. റെസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട രൂപ, നമ്മൾ കൊടുത്ത രൂപ വിത്ത് ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് ദ പ്രോസ്പെക്ടസ് അവർ ശരിക്ക് നോക്കിയില്ലെങ്കിൽ ലെസ് ദാൻ 50,000 ഒരു ഫൈൻ അവരിൽ നിന്ന് വിടാം. മേ ബി 3 years വരെ അവരെ ഇംപ്രിസൺമെൻറ്റും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡാമേജസ് ചോദിക്കാം ഫോർ ദ ഫ്രോഡുലന്റ് തിങ് ദാറ്റ് ദേ ഹാവ് ഡൺ. നമ്മളെ കബളിപ്പിച്ച് കമ്പനി അതാണ് ഇതാണെന്ന് കാണിച്ചിട്ട് പിന്നെ കബളിപ്പിച്ചെൻ്റെ കയ്യിൽ നിന്ന് രൂപ ഷെയർസിന് വേണ്ടി മേടിച്ചു എന്ന് പറഞ്ഞ് സിവിൽ ലയബിലിറ്റിയിൽ ഇങ്ങനെ പല റെമഡീസും ഉണ്ട്. ഇനി റെമഡീസ് എങ്ങനെ പ്രൊമോട്ടേഴ്സ് പിന്നെ കോമ്പൻസേഷനും ഡാമേജസും നമുക്ക് ചോദിക്കാം. എന്താണ് കോമ്പൻസേഷൻ? കോമ്പൻസേഷൻ നമുക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ പുട്ട് us back into the position where we stood. Okay, putting us back into the position where we are is called compensation, compensating us. But damages is for the injury that we have suffered. അതിനുള്ള payment ആണ് what you call as അപ്പോൾ ഡാമേജസ് എന്ന് വെച്ചാൽ ഇഞ്ചുറി എന്താണ് നമ്മൾ സഫർ ചെയ്തിരിക്കുന്നത്, ആ ഇഞ്ചുറി നമുക്ക് പേ ചെയ്യണം എന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ഡാമേജസ്. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടായി എന്നെ തിരിച്ച് ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കോമ്പൻസേഷൻ. അപ്പോൾ ആ രണ്ട് രീതിയിൽ സിവിൽ ലയബിലിറ്റീസിന് ഇങ്ങനെ പല രീതിയിലും നമുക്ക് റെമഡീസ് കിട്ടും. നൗ റിഗാർഡിങ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി പണിഷ്മെൻറ്റ്സ്. അല്ലേ, നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ, താഴ്ത്തിടുക അല്ലെങ്കിൽ ജയിലിപ്പിച്ചിടുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം if they do not comply with the provisions which are cited under section 26 regarding the contents of prospectus, 3 years വരെ ജയിലിൽ കിടക്കാനും not less than 50,000 ഫൈൻ ഈടാക്കാനും അത് സിവിലായാലും ക്രിമിനലായാലും ഒരുപോലെ അത് ബാധകമാണ്. അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ 50,000 നോട്ട് വിത്ത് ആൻ എക്സ്റ്റെൻറ്റ് ടു 3 lakhs വരെയും ഫൈൻ ഈടാക്കാം. ഓക്കെ, ക്രിമിനൽ ലയബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസ് പല രീതിയിൽ അത് വരും. വി ക്യാൻ ഗോ ഇൻ ടു ഡീറ്റെയിൽ. മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോസ്പെക്ടസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്. ഓക്കെ, പ്രോസ്പെക്ടസ് മസ്റ്റ് ബി ഫുൾ ആൻഡ് ഓണസ്റ്റ് ഡിക്ലറേഷൻ. ഒരു ഓണസ്റ്റ് ഡിക്ലറേഷൻ ആയിരിക്കണം പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ. ഏതൊക്കെ മാറ്റർ വിച്ച് ഇസ് കൺസീലിംഗ്, ഇറ്റ് ഇസ് കൺസീലിംഗ് ഓർ ഒമിറ്റിംഗ് എനി റിലവൻറ്റ് ഫാക്ട്സ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ സെഡ് ആസ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഒന്ന് മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞാലല്ലേ മിസ്സ്റ്റേറ്റ്മെൻ്റ് ആവും, അൺട്രൂ ആവത്തുള്ളൂ. ഒരു കാര്യം റെലവൻ്റായിട്ടുള്ള കാര്യം പറയാതിരുന്നാലും that is considered as a misstatement. Okay, therefore it is often said that the prospectus must tell the truth, the whole of the truth and nothing but truth എന്നാണ് പറയുന്നത്. ഗോൾഡൻ റൂൾ ആണ്. This is known as a golden rule for framing the prospectus, which is later in New Brunswick versus Muggeridge. Okay, Muggeridgeന്റെ കേസിനകത്താണ് ഈ പറയുന്നത്. അതൊരു ഗോൾഡൻ റൂളാണ് ഫ്രെയിമിംഗ് ദ പ്രോസ്പെക്ടസ്. ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വളരെ നല്ലതാണെന്നും പറഞ്ഞ് കാണിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് രൂപയെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു കള്ളൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതൊരു കള്ളത്തരമാണ്. നമ്മൾ തെറ്റായ കാര്യങ്ങൾ മുന്നിലേക്ക് കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഷെയർസ് അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ that is called as a fraudulent method. So it attracts some civil as well as criminal liabilities. Now, if there is a misstatement in
prospectus, okay, they may arise civil and criminal liabilities. എന്താണ് civil liability? A person has been induced to purchase the shares and debentures on the faith of misleading prospectus. Has a remedies against the companyക്ക് against ആയിട്ട് റെമഡി ഉണ്ട്, ഡയറക്ടേഴ്സ് പ്രൊമോട്ടേഴ്സ് എക്സ്പേർട്സിന് against ആയിട്ടും റെമഡി ഉണ്ട്. രണ്ട് രീതിയിലുണ്ട്. കമ്പനിക്കെതിരെ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? The first one is rescission of contract. എന്താണ് റെസിഷൻ ഓഫ് കോൺട്രാക്ട്? ഞാൻ എന്തൊക്കെ രൂപ പേ ചെയ്തോ, ഷെയർസിൻ്റെ എമൗണ്ട് പേ ചെയ്തെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഐ ക്യാൻ ഗെറ്റ് ബാക്ക് ദ എൻറ്റയർ എമൗണ്ട് ബാക്ക് ടു മൈ സെൽഫ്. ഓക്കെ, വേർ എ പേഴ്സൺ ഹാസ് പർച്ചേസ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി ഓൺ ദ ഫേത്ത് ഓഫ് ദ പ്രോസ്പെക്ടസ് വിച്ച് കണ്ടെയ്ൻ ആൻ അൺട്രൂ ഓർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്, ഹി ക്യാൻ സീക്ക് റെസിഷൻ ഓഫ് കോൺട്രാക്ട്. The effect of rescission is that the person would give up the shares and get back his money with interest. Okay? This remedy is available for only those persons who subscribe for any shares on the faith of the prospectus. Persons who purchase the shares from an allotee of shares who subscribe a memorandum cannot avail this remedy. Now, next is punishment for failure to comply with section 26. Prospectusന്റെ contents ഒന്നും അതുപോലെ comply ചെയ്തില്ല എന്നുണ്ടെങ്കിൽ the company shall be punishable with a fine which shall not be less than 50,000. Okay, it should not be less than 50,000. ഞാൻ മുമ്പേ until 50,000 എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. But which may extend to 3 lakh. 50 to 3 lakh. 50,000 to 3 lakh ഉള്ള എമൗണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. or every person, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയോ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൽ they will be punishable with an imprisonment for a term which may extend to 3 years or with a fine which is not less than 50,000 but which may extend to 3 lakhs. ആരൊക്കെ വ്യക്തികൾ ആ പ്രോസ്പെക്ടസിൽ ഒപ്പിട്ടിട്ടുണ്ടോ അവർക്കെല്ലാം ഈ പണിഷ്മെൻറ്റ് ബാധകമാണ്. Damages of fraud. If the misstatement in prospectus amounts to fraud, the person aggrieved is entitled to sue for compensation from the company. കമ്പനി ഫോട്ടോയും കാര്യങ്ങൾ കാണിച്ചു, എനിക്ക് ഇഞ്ചുറി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാമേജസ് തരാം. He cannot both retain the shares and the claim of damages. രണ്ടും കൂടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നി റെസിഷൻ ചൂസ് ചെയ്യുകയാണ് റെസിഷൻ. You get the money with the interest. That is considered as a damage, payment of damage. അതല്ല, ഡാമേജസ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഷെയർസ് അവിടെ കിടക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം കള്ളത്തരം പറഞ്ഞതിനായിട്ട് എനിക്കൊരു എമൗണ്ട് ഡാമേജസ് ആയിട്ട് എനിക്ക് ഇഞ്ചുറി ഉണ്ടായി എന്നും പറഞ്ഞ് എനിക്ക് കിട്ടും. Now remedies against promoters, directors and expert എന്തൊക്കെയാണ്? അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രോസ്പെക്ടസ് അതിന് റെഡിയല്ല എപ്പോഴും ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാം ഒപ്പിടും. അത് ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് ആകാം, ഡയറക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ എക്സ്പേർട്സും ഉണ്ട് അല്ലേ. ഒരു അഡ്വക്കേറ്റ്, ഒരു CA നമ്മൾ പഠിച്ചില്ലേ, എക്സ്പേർട്സിൻ്റെ സിഗ്നേച്ചേഴ്സും ഉണ്ട്. അവർ വേറെ ലൈബിളാണ് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. Is a director of a company at the time of issue of prospectus or രണ്ടാമത്തെ has authorized himself to be named in the prospectus as a director of a company, അല്ലെങ്കിൽ a promoter of a company, അല്ലെങ്കിൽ has authorized the issue of prospectus, അല്ലെങ്കിൽ an expert referred under subsection 5 section 26. Because നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്. We also file with a declaration that the company is such and such and I have already read everything എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഡയറക്ടേഴ്സും പ്രൊമോട്ടേഴ്സും എക്സ്പേർട്സിനും എതിരെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന. ഒന്നീ കോമ്പൻസേഷൻ. വാട്ട് ഈസ് കോമ്പൻസേഷൻ? ഞാൻ എത്ര രൂപ പേ ചെയ്തോ വിത്ത് ഇൻട്രസ്റ്റ് എനിക്ക് എന്നെ പഴയ രൂപത്തിൽ ആക്കിയെടുക്കുക. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. ഡാമേജസ് ഈസ് ഫോർ ദ ഇഞ്ചുറി വിച്ച് ഐ ഹാവ് സഫേർഡ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, നൗ ക്രിമിനൽ ലയബിലിറ്റി. വായിക്കുന്നില്ല, നിങ്ങളത് വായിച്ചു നോക്കിയോ. വേണം വായിക്കാം, ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. ക്രിമിനൽ ലയബിലിറ്റി എന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26. കണ്ടൻസ് ഓഫ് ദ പ്രോസ്പെക്ടസ് അതുപോലെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ കമ്പനിക്കെതിരെയുള്ള പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ ഫൈൻ ഫ്രം 50,000 to 3 lakh ആണ്. ഇനി അതിനകത്ത് ഒപ്പിട്ട ഓരോ വ്യക്തികളുടെ പണിഷ്മെൻ്റ് എന്താ? ഇംപ്രിസൺമെൻറ്റ് ഫോർ 3 years വരെ പോകും. അതും ഈ ഫൈനും അവരോരോരുത്തരും തരേണ്ടതായിട്ടും വരും. ഇനി criminal liability for misstatement in the prospectus. When a prospectus issued or circulated or distributed includes any statement which is untrue or misleading in the form of a contest,
in which it includes, and where an inclusion or omission of a matter is likely to mislead every person who authorizes the issue of prospectus shall be liable under section 447. Okay, the accused person, however, may not be liable if he proves എന്താണ് അക്യൂസ്ഡിന് ഡിഫൻസ് ഉണ്ട്. എന്താണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇമ്മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ റീസണബിൾ ഗ്രൗണ്ട് ഉണ്ട് ബിലീവ് ചെയ്യാൻ, and did believe up to the time of issue of prospectus that the statement was true. ഞാൻ ഒപ്പിടുമ്പം അത് ട്രൂ ആണെന്ന് തന്നെയാണ് ഞാൻ കണ്ടത്. ഓക്കെ, ആ ഒമിഷൻ എന്നുള്ള കാര്യം ഞാനത് വിട്ടുപോയി, പക്ഷേ അത് വലിയ നെസസറി ആയ ഒരു പോയിൻ്റ് ഒന്നുമല്ല, അത് വിട്ടു കാരണം നെസസറി പോയിൻ്റ് അല്ല. ഇങ്ങനെ പല ഡിഫെൻസുകൾ നമുക്ക് പറയാം. ആ ഡിഫെൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ മണ്ടയിൽ ഈ ക്രിമിനൽ ലയബിലിറ്റി വീഴത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ മാത്രം പണിഷ്മെൻറ്റ് ഫോർ ഫ്രോഡ് വരുത്തുള്ളൂ. 447 എന്താണ്? It deals with the punishment for fraud. The punishment provided is imprisonment for a term which shall not be less than 6 months, but which may extend to 10 years. It shall also be liable to fine and shall not be less than the amount involved in the fraud, but which may extend to 3 times the amount involved in the fraud. ഇപ്പോൾ ഫ്രോഡിനകത്ത് എത്ര എമൗണ്ട് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? 10,000 ആണെങ്കിൽ 3 times that amount. അങ്ങനെ ആ രീതിയിലായിരിക്കും അതിൻ്റെ ഡാമേജസ് പേ ചെയ്യേണ്ടി വരുന്നത്. When the fraud in question involves public interest ആണെങ്കിൽ term of imprisonment shall not be less than 3 years. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള ഒരു ഫ്രോഡിലൻ്റ് കാര്യമാണ് എന്നുണ്ടെങ്കിൽ ലെസ് ദാൻ, മുമ്പേ 6 months അല്ലേ നമ്മൾ പറഞ്ഞത്, ദിസ് വുഡ് ബി ലെസ് ദാൻ 3 years എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റീസ്. പ്രോസ്പെക്ടസിൽ എപ്പോഴും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഓമിറ്റ്, നെസസറി ആയ കാര്യം ഓമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. These all addresses civil and criminal liabilities upon the parties who have signed the prospectus. ഈ കാര്യങ്ങളെല്ലാമാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. മിസ്സ്റ്റേറ്റ്മെൻറ്റിന് എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കും, മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ടൈം ഇല്ല എന്ന് തോന്നും, ബട്ട് സ്റ്റിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആൻഡ് ദാറ്റ് ഈസ് സോ ഈസി ടു നറേറ്റ് ദി ആൻസർ. അപ്പം ഇത് നിങ്ങൾ പഠിക്കണം.